റേവണ്ടിന്റെ റേറ്റ് ഒക്കെ ചോദിച്ചിട്ടുള്ളൂ. റേവണ്ടിക്ക് നിങ്ങളൊന്ന് OLX ജസ്റ്റ് എൻക്വയറി 15-18 രൂപയൊക്കെയാണ്. 40,000-ന് ഇറക്കാൻ പറ്റും ഈ ഒരു വാഹനം. 18-22 രൂപ കിട്ടും. 22. ഞാൻ കുറച്ചാ സ്പോർട്സ് ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ ഫുള്ളിന്റെ തൊട്ട് താഴെ വരുന്ന ഓപ്ഷനാണ്. ഒരുമാതിരി ഫീച്ചേഴ്സ് എല്ലാം വരും. ആൾട്ടോ എന്ന് വെച്ചാൽ 4 ആൾട്ടോ ഇവിടെ നിരന്ന് കിടക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു അത് ആൾട്ടോ 800 ആയി. പഴയ ആൾട്ടോ ഞാൻ പറഞ്ഞു. എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ നമ്മൾ വീണ്ടും സലീം കേയുടെ അടുത്ത് വന്നിരിക്കുകയാണ്. സ്റ്റാർട്ട് ചെയ്തോ? ആക്ഷൻ ഒന്നും പറഞ്ഞല്ലോ. ആക്ഷൻ ഒന്നും വേണ്ട, നമുക്ക് അങ്ങനെ തുടങ്ങാം. ഓക്കെ. അപ്പോൾ കേസ് കാസ് ഷോറൂമിൻ്റെ പേര് കേസ് കാസ് എന്നാണ്. ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ കരിപ്പൂർ എയർപോർട്ടിൻ്റെ അടുത്തായിട്ട് തറയിട്ടാൽ എന്ന സ്ഥലത്താണ്. കുറെ കാലമായിട്ട് കേസ് കാസ് തന്നെയാണ് പേര്. അല്ല, സലീം ഖാൻ്റെ ആട് എന്ന് വളരെ വിശ്വസിക്കുന്നുണ്ട്. അവർ അറിയാൻ വേണ്ടിയിട്ടാണ് കേസ് കാസ്. ഓക്കെ. അപ്പോൾ 60-70-ലധികം വാഹനങ്ങൾ ലഭ്യമാണ്. 2 സൈഡിലായിട്ട്. അല്ല, ഞാൻ പറഞ്ഞാണ് അവർ വരുമ്പോൾ കുറേ സ്റ്റോക്ക് ഉണ്ടെന്ന് അറിഞ്ഞോട്ടെ. വരുമ്പോൾ എല്ലാവരും വിളിച്ചിട്ട് വരിക. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന വാഹനമായാലും ചിലപ്പോൾ വിറ്റ് പോയിട്ടുണ്ടാവും. അപ്പോൾ വരുമ്പോൾ എല്ലാവരും ദയവേതൊന്ന് കോൺടാക്ട് ചെയ്യുക. അതേപോലെ തന്നെ സലീം ഖാൻ്റെ നമ്പറിൽ കാറ്റലോഗ് ഉണ്ടാവും. വാട്സപ്പിൽ ജസ്റ്റ് ഒരു ഹായ് വിട്ടാൽ മതി. റിട്ടേൺ ലിങ്ക് വരും. അതിൽ നമ്മളെ കാറ്റലോഗ് ഉണ്ട്. എത്ര സ്റ്റോക്ക്? രണ്ടാമത്തെ ലിങ്ക് ലൊക്കേഷനാണ്. ഓക്കെ. അത് രണ്ടും മറന്നു പോകണ്ട. അത് ചെയ്തിട്ട് നോക്കിയിട്ട് മാത്രം വരിക. കാരണം നിങ്ങൾ വീഡിയോ കണ്ട വണ്ടി ചിലപ്പോൾ വിറ്റ് പോകും. വീഡിയോ കാണുന്ന സമയത്ത് പോയാലും ചിലപ്പോൾ വരുന്ന സമയത്ത് വേറെ പുതിയ വണ്ടി വന്നതുകൊണ്ടോ? അതേ വണ്ടികൾ തന്നെ ഇഷ്ടംപോലെ വന്നു കൊടുക്കും. അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ബാക്കി ഡീറ്റെയിൽ വീഡിയോയിൽ കാണാം. അഥവാ പേടി ഉണ്ടെങ്കിൽ അതിനുള്ള മറ്റങ്ങളുണ്ട്. ഓക്കെ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇങ്ങോട്ട് കോൺടാക്ട് നമ്പർ വീഡിയോയിൽ റൈറ്റ് സൈഡിൽ ടോപ്പ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. ഇനി നിങ്ങളുടെ കാറ് നിങ്ങൾക്ക് വിൽക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഞങ്ങളുടെ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്, മേരാ കാസ്. എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ. നിങ്ങൾക്ക് ഞങ്ങൾ എടുത്തെടുക്കാം. മേരാ കാസ് ഇതിലേക്ക് കോൺടാക്ട് ചെയ്യാം. റേറ്റ് കൂടും. ഇല്ല, ഇൻസ്പെക്ട് ചെയ്ത് കറക്റ്റ് കൂടുതലാന്നുള്ള അഭിപ്രായം. ഓക്കെ. അപ്പോൾ അത്രയുള്ള കാര്യങ്ങൾ ബാക്കി ഡീറ്റെയിൽ വീഡിയോയിൽ കാണാം. ഓക്കെ. ആദ്യ വാഹനം തന്നെ ഒരു ഹെവി ഐറ്റമാണ്. BMW X3 ആണ്. KL 11 കോഴിക്കോട് രജിസ്ട്രേഷൻ വാഹനം. ഷറാണല്ലോ? മോശമൊന്നുമില്ല പറയാ. ഓക്കെ. എങ്ങനെയാ പറയട്ടെ? 2012 പിന്നെ ഒറിജിനൽ കേരള, 3rd ഓണർഷിപ്പ്. കേരള ഒറിജിനലാണ്. 90,000 കിലോമീറ്റർ കാണാതെ പഠിച്ചതിനൊക്കെ പോയി. പിന്നെ എന്താ പറയണ്ടേ? ഒന്നും അറിയില്ല. 3rd ഓണർഷിപ്പ്, ഓട്ടം 90,000 അല്ലേ പറഞ്ഞത്? 2012 മോഡൽ BMW X3 X-Drive 20 അല്ലേ? ഓക്കെ. അതാണ്. മേജറായിട്ടുള്ള ക്ലെയിമോ വരിക്കും ഒന്നുമില്ല. ഒരു ക്ലീൻ വാഹനം. അപ്പോൾ ഒരു BMW SUV സെഗ്മെൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരാം. എത്രയും ഇപ്പോൾ 13 ലക്ഷം. ഓക്കെ. ഫൈനൽ ഇതാണോ അതോ നോക്കിയിട്ട് എന്തെങ്കിലും ചെയ്തോളൂ? നമ്മളെടുത്തില്ലല്ലോ. ഓക്കെ. അങ്ങനെയൊന്നുമില്ല. 13 ലക്ഷം ആസ്ക് ചെയ്യുന്നു ഈ ഒരു വാഹനത്തിന്. ഓക്കെ. 2013 തന്നു വിചാരിച്ച് ഒരു സങ്കടമില്ല. തരുന്നില്ല, സന്തോഷമുള്ളൂ. തരുന്ന ഞങ്ങൾക്ക് സങ്കടമുണ്ട് കുറച്ച്, അതുകൊണ്ടാണ്. ഓക്കെ. 13 ലക്ഷം 2012 ഒറിജിനൽ കേരള വണ്ടിയാണ്. റിയായ വാഹനമൊന്നുമല്ല, ഒറിജിനൽ കേരള വണ്ടി. റിയ എന്ന് എടുത്തു പറയാൻ കാരണം വെച്ചാൽ റിയ വണ്ടിക്ക് വിലക്കുറവിൽ കിട്ടും, ഇതിന് വിലക്കുറവിൽ കിട്ടും. അതുകൊണ്ടാണ് പറഞ്ഞത്. റേ വണ്ടിന്റെ റേറ്റ് ഒക്കെ ചോദിച്ചിട്ടുള്ളൂ. റേ വണ്ടിക്ക് നിങ്ങളൊന്ന് OLX ജസ്റ്റ് എൻക്വയറി 15-18 രൂപയൊക്കെയാണ്. ചിലപ്പോൾ കിട്ടുമെന്ന് പറഞ്ഞാൽ അതിൻ്റെതായ ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞിട്ടില്ല. ഓക്കെ, സോറി. 10-12 വരെ നമുക്ക് ലോണും ചെയ്യാം. 12 ലക്ഷം വരെ ലോണും കിട്ടുന്നുണ്ട്. ഒരു 1 lakh ഒക്കെ കണ്ടാൽ ഇറക്കാൻ പറ്റും. 10 കൺഫേം ആണ്. ട്രാക്ക് ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ 12 വരെ കിട്ടും. 1 to 3 lakh കാണും അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇറക്കാൻ പറ്റുന്നൊരു SUV സെഗ്മെൻറ്റ് വാഹനമാണ്. താല്പര്യമുണ്ട് കോൺടാക്ട് ചെയ്യുക. അടുത്ത വണ്ടിയിലേക്ക് പോകാം. അടുത്ത വാഗണറാണ്. KL 52 രജിസ്ട്രേഷനുള്ള ഒരു വൈറ്റ് വാഗണർ. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് ആദ്യത്തെ ശരി. രണ്ടാം എടുക്കില്ലത്? രണ്ടാം എടുക്കാം. ഇത് LX ആണ്. 78,000 കിലോമീറ്റർ. പിന്നെ 240. ഏതാ മോഡല്? 2012 പറഞ്ഞോ? അത് ഫസ്റ്റ് അല്ലേ പറഞ്ഞേ? ഓർമ്മയില്ല. 2012 LXi 78,000 കിലോമീറ്റർ ഓടിയ വാഹനമാണ്. വലിയൊരു ഓട്ടമൊന്നും പോയിട്ടില്ല. മേജറായിട്ടുള്ള ആക്സിഡൻറ്റോ റീപ്ലേസ്മെന്റ് അങ്ങനെ തോന്നുന്നില്ല. നിങ്ങളെ പോലെ ചെറിയൊരു ക്രാക്ക് മെയിൻ ക്ലാസ്സിലൊരു ക്രാക്ക് ഉണ്ട് അല്ലേ? ഓക്കെ. 2012 പോലെ നിങ്ങൾക്ക് തുടങ്ങിയിട്ട് 5-6 വർഷമായില്ലേ? ഇതൊരു 6 വർഷം മുമ്പ് ചെറിയൊരു ക്രാക്ക് വന്നാണ് അവരും പറഞ്ഞത്. നിങ്ങളെ പിന്നെ എന്താ വിളിക്കാൻ പറ്റും? ഇപ്പോൾ പിന്നെ 240 2 ലക്ഷം വരെ ലോണും കിട്ടും. 40,000-ന് ഇറക്കാൻ പറ്റും ഈ ഒരു വാഹനം. ഒരു 13 മുതൽ 18. വാഗണറിന് 2-3 പീസ് വേറെ ഉണ്ട് ഇവിടെ. അപ്പുറത്തൊക്കെ കാണുന്നുണ്ട്. പുതിയ പേപ്പർ എടുത്ത് 9-8 ഒക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ. കാറ്റലോഗിൽ നോക്കിയാൽ മതി. വണ്ടിന്റെ ഓണർഷിപ്പ്, കിലോമീറ്റർ ഒക്കെ അതിൽ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എല്ലാം ഉണ്ടാവും. അപ്പോൾ ഇത് 240 ആസ്ക് ചെയ്യുന്നത്. അതിൽ തന്നെ 2 ലക്ഷം വരെ ലോണും കിട്ടുന്നുണ്ട്. ചെറിയ ഇതിലിറക്കാം. ഒരു 17 റേഞ്ച് വരെ മൈലേജും കിട്ടും. 14 മുതൽ 17 വരെ. ഓക്കെ. അടുത്ത സ്വിഫ്റ്റ് ആണ്. KL 10 രജിസ്ട്രേഷനുള്ള വാഹനം. പറഞ്ഞോളൂ. രജിസ്ട്രേഷൻ 10 ഉള്ളൂ, പക്ഷേ മോഡൽ 12 ആയിക്കോട്ടെ. VDI
പിന്നെ 2012 ഫോർത്ത് ഓണർഷിപ്പിലുള്ളത്. ഫോർത്ത് ഓണർഷിപ്പിൽ ലോൺ കിട്ടാൻ പ്രയാസം ഉണ്ടാവും? ഒരു പ്രയാസമില്ല, അതൊന്നുമില്ല. ഓക്കെ. 2.5 രൂപ നമുക്ക് ലോൺ കൊടുക്കാം. ഓക്കെ. എത്ര ഇപ്പോൾ ചോദിക്കുന്നത്? 3.5. 3,50,000 രൂപയ്ക്ക് 2012 VDI സ്വിഫ്റ്റ് ആണ്. ഡീസൽ, കാര്യങ്ങളൊന്നും ഞാൻ നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. വണ്ടി. 4 ലക്ഷം റുപ്യൻ്റെ അലവിലും ഉണ്ട്. ഓക്കെ. VDI സ്വിഫ്റ്റ് ആണ്. മിഡിൽ ഓപ്ഷൻ ഡീസൽ വാഹനമാണ്. 2,50,000 രൂപയ്ക്ക് സ്വന്തം. അലവിലിൻ്റെ വില ഒന്നും പറഞ്ഞു കേട്ടോ. അതുണ്ടാവും, അത്യാവശ്യം നല്ല അലവൈസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. പിന്നെ കിലോമീറ്റർ എത്ര പറഞ്ഞേ? 1.33. 1,00,000. 1.13 30? 33 1.33. ഓക്കെ. ചെവിയും കേൾക്കാതൊക്കെ കഥ കഴിഞ്ഞിട്ട് 1,33,000 കിലോമീറ്റർ ഓടിയ വാഹനമാണ്. മേജർ സർവീസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവില്ല, ഡ്രൈവിംഗ് ഒക്കെ മാറിയിട്ടുണ്ടാവും. ഓക്കെ. ഒരു 16-20 റേഞ്ച് മൈലേജും കിട്ടുന്നത്. 16 കളവ് പറയണേ. 18-22 കിട്ടും. 22. ഞാൻ കുറച്ചാ ഇതിങ്ങനെ ഓരോ കാലം കഴിഞ്ഞനുസരിച്ച്. ഓക്കെ. അല്ല, കാലം കഴിച്ച് വണ്ടി പഴകാനാണല്ലോ, അതുകൊണ്ടാ. ഓക്കെ. അപ്പോൾ 2012 VDI സ്വിഫ്റ്റ് 3,50,000 രൂപയ്ക്ക് ഒരു 3 ലക്ഷം ലോൺ കിട്ടും. 2.5 കിട്ടും. ഓക്കെ. 2,50,000. ഓക്കെ. ഒരു ആക്റ്റീവ് അല്ലല്ലോ. വില എല്ലാത്തിനും കുറച്ച് തരും കേട്ടോ സലീംക്ക. അതാ മൂപ്പര് ഭയങ്കര ആക്റ്റീവ്. എല്ലാത്തിനും കുറച്ച് തരും, നല്ല കുറച്ച് തരും. ഓക്കെ. അടുത്തോട്ടിലേക്ക് പോവാം. ഇതാ ഒരു ബ്ലാക്ക് കളർ ലിവയാണിത്. KL 57 കോഴിക്കോട് കൊടുവള്ളി രജിസ്ട്രേഷനുള്ള ഒരു ബ്ലാക്ക് ഗ്ലാമറുള്ള വണ്ടി. അതെ. ഫിനിഷിങ് കുറച്ച് കൂടുതലല്ലേ? കുറച്ച് കൂടുതലാണല്ലേ? പറഞ്ഞോളൂ, എങ്ങനെയാ ഡീറ്റെയിൽ? 2011 ഡീസൽ GD ആണ്. ഓക്കെ. റീ ആണ്. 1,22,000 കിലോമീറ്റർ മീറ്ററിൽ കാണിക്കുന്നു. യെസ്. അല്ലേ? ഓക്കെ. 3.10 നമ്മളെ റേറ്റ്. നമ്മളിപ്പോൾ കണ്ട ഓൾമോസ്റ്റ് വണ്ടി 2012 ആണല്ലോ. ഏതേ? ഓൾമോസ്റ്റ് വണ്ടികൾ 2012 ആണല്ലോ. ഇതൊരു മാറ്റം വേണ്ടേ? ഒരു ചേഞ്ച്. ആ BM-ന് മാത്രമേ മാറ്റമുള്ളൂ തോന്നുന്നു. ഓക്കെ. അപ്പോൾ പിന്നെ 3.10 ചോദിക്കുന്നുണ്ട് കേട്ടോ. 2-2.5 വരെ ലോൺ കിട്ടും. 2.5 ലക്ഷം വരെ ലോൺ കിട്ടുന്ന വാഹനമാണ്. ഡീസൽ വാഹനമാണ്. 20 above മൈലേജ് ഉണ്ടാവും. അപ്പോൾ റീ ആണ്. അതിൻ്റെതായ പരിക്കൊന്നുമില്ലല്ലോ, ഗ്ലാസ് മാറാൻ അങ്ങനത്തൊന്നുമില്ല? അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഒന്നുമില്ല. ഒക്കെ 11 കറക്റ്റാണ്. കേരള വണ്ടി ആയി കഴിഞ്ഞാൽ ഇനി നിങ്ങൾ ടാക്സോ കാര്യം ഒന്നും അടക്കേണ്ട ആവശ്യമില്ല. ഏകദേശം 2.5 ലക്ഷം വരെ ലോണും കിട്ടുന്നുണ്ട്. അടുത്ത വണ്ടിയിലേക്ക് പോകാം. അടുത്ത വണ്ടിക്ക് പോകാം. ഹൈഡ്രോട്ടിയാണ്. പഴയ ഷേപ്പ് KL 52 രജിസ്ട്രേഷൻ. ഇതൊക്കെ റീടേക്ക് എടുത്തിട്ട് പിന്നെ ആദ്യം പറഞ്ഞതിനെ കണ്ടിന്യൂ ഉള്ളങ്ങളെ. എന്താണ് ഈ പഴയ ഷേപ്പ് എന്ന് പറയുന്നത്? പറയാൻ പറ്റുമോ? നിങ്ങളിപ്പോ ന്യൂജൻ എന്ന് പറയാൻ പറ്റുമോ നിങ്ങളെ കൊണ്ട്? ഞാൻ ന്യൂജനല്ലേ? എങ്ങനെ പ്രാന്തം നിങ്ങളെക്കാട്ട് 2010 മാഗ്ന ഡീസല്. സോറി, സ്പോർട്സ്. എന്നിട്ട് അതിൻ്റെ അകത്ത് തെറ്റിക്കാം. 1,18,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഡീസലാണ്. 1 ലക്ഷം റുപ്യക്ക് ലോണും കൊടുക്കാം. 2010 സ്പോർട്സ് ഡീസൽ വാഹനം. ഓട്ടോ അല്ല, പ്രൈസ് 1.90. 1,40,000 വരെ ലോൺ കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. 1.40 വരെ മാറ്റിയില്ലേ? അല്ല, 1 മുതൽ 1.40 വരെ എന്നാ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഒരു 50,000 മുതൽ അല്ലെങ്കിൽ ഒരു 90,000 വരെ നിങ്ങൾക്ക് ഡൗൺ പേയ്മെന്റ് കണ്ടാൽ ഇറക്കാൻ പറ്റിയ ഒരു ഡീസൽ വാഹനമാണ്. 18-20 റേഞ്ച് മൈലേജും കിട്ടുന്നുണ്ട്. സ്പോർട്സ് ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ ഫുള്ളിൻ്റെ തൊട്ട് താഴെ വരുന്ന ഓപ്ഷനാണ്. ഒരുമാതിരി ഫീച്ചേഴ്സ് എല്ലാം വരും. ഇതിലിപ്പോൾ അലോയ്സും കൂടെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. ബാക്കി മിറർ അഡ്ജസ്റ്റ്മെന്റ് വരെ വരുന്നുണ്ട് തോന്നുന്നു പഴയ തെറ്റിക്കല്ലോ. കളിക്കാൻ പോവാ. നിങ്ങളെന്താ ഇത് എത്ര ടേക്ക് എടുക്കുന്നത്? അടുത്ത വണ്ടിയിലേക്ക് തെറ്റിക്കുക. അടുത്ത ആൾട്ടോ ആണ്. ആൾട്ടോ എന്ന് വെച്ചാൽ 4 ആൾട്ടോ ഇവിടെ നിരന്ന് കിടക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു അത് ആൾട്ടോ 800 ആയി. പഴയ ആൾട്ടോ ഞാൻ പറഞ്ഞത്. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ ഒരു വാഹനമാണ് പരിചയപ്പെടുന്നത്. KL 10 രജിസ്ട്രേഷനുള്ള വാഹനമാണ് ഈ ആൾട്ടോ. ഇത് 2008 പുതിയ പേപ്പർ എടുത്ത LXI വണ്ടിയാണ്. പുതിയ പേപ്പറാണ് അല്ലേ? 5 വർഷത്തേക്കുള്ള. ഓക്കെ. ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇത് 1.10. ഞാൻ കണ്ട് 90, 75, 85 അങ്ങോട്ട് പോകും. അങ്ങനെയൊക്കെ പോകുന്നുണ്ട്. കുറഞ്ഞ് ഏറ്റവും ലാസ്റ്റ് കാറ്റലോഗിലുണ്ട്. ഇതിന് 1.10 2008 വാഹനം. 23 ഇപ്പോൾ പേപ്പർ എടുത്തതാണ്. 28 വരെ ഫുൾ പേപ്പറുള്ള വാഹനമാണ്. ഓക്കെ. 2007 ഉണ്ട് 90 രൂപ. അതും 27-28 പേപ്പറുള്ള വണ്ടി തന്നെയാണ്. ഓക്കെ. അപ്പോൾ ലോണൊന്നും കിട്ടാൻ ചാൻസ് ഇല്ല. പഴയ വണ്ടിയാണ്. പിന്നെ ഈ ഒരു ചെറിയ കുറച്ചും കൂടെ വേണം. 50 റുപ്യ കിട്ടും. കിട്ടില്ല. വേണ്ട, ചെറിയ ലോൺ വേണ്ടല്ലേ? ലോൺ വേണ്ട, എടുക്കണ്ട. വെറുതെ നമ്മളെന്തെങ്കിലും നഷ്ടത്തിന് പോകുന്നത്. ഓക്കെ. വണ്ടിക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ? മെക്കാനിക്കലായിട്ടില്ല എല്ലാം ഓക്കെ അല്ലേ? പെട്രോൾ അടിച്ച് ഓടുമല്ലോ? പെട്രോൾ അടിക്കാവൂ. ഓക്കെ. അടുത്ത ഷെവർലെ ബീറ്റ് KL 25 പുനലൂർ രജിസ്ട്രേഷൻ വാഹനമാണ്. ഒക്കെ കാണാതെ പിടിച്ചില്ലേറെ. പിന്നെ എങ്ങനെ അപ്ഡേഷൻ ഉണ്ട്. ഇത് പെട്രോൾ ആണ്. 2010 പെട്രോൾ. ഡീസൽ 2-3 വണ്ടി വേറെ ഉണ്ട്. ഡീസൽ പെട്രോൾ കാണിക്കുന്നുള്ളൂ. ഓക്കെ. തേർഡ് ഓണർഷിപ്പിലുള്ളത് 75,000 കിലോമീറ്റർ. LS പറഞ്ഞ വേരിയന്റ് ആണ്. മിഡിൽ ഓപ്ഷൻ. ലോണൊന്നും കിട്ടൂല. 1.20 പാർട്സെല്ലാം വർക്കിംഗ് അല്ല? നല്ല വർക്കിംഗ് ആണ്. 1,20,000 രൂപയ്ക്ക് 2010 LS
ബീറ്റ് പെട്രോൾ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം. നല്ല സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. വണ്ടി ഔട്ട്ലുക്കും വലിയ കുഴപ്പമൊന്നുമില്ല. ടയർ ഭാഗങ്ങളും ഒരു 60-70% ടയർ ഭാഗങ്ങളുണ്ട്. കുഴപ്പമൊന്നുമില്ല അല്ലേ? ലോണൊന്നും കിട്ടൂല. പിന്നെ ബീറ്റിന് ഇപ്പോൾ ബീറ്റിന് സർവീസും കാര്യങ്ങളും കിട്ടുമല്ലോ. സർവീസ് സ്റ്റേഷനിൽ പോകേണ്ടി വരും. അത് കിട്ടൂലേ? പാർട്സൊക്കെ കിട്ടും. പാർട്സും കാര്യങ്ങളൊക്കെ കിട്ടും. ഓക്കെ. സർവീസ് 3 ഡീസൽ വണ്ടി വേറെ ഉണ്ട്. ഡീസൽ താല്പര്യമുള്ളവർക്ക് അതിലേക്ക് കോൺടാക്ട് ചെയ്യാം. ഓക്കെ. അടുത്ത വണ്ടി നിൽക്കും. അടുത്ത നാനോ ആണ്. KL10 രജിസ്ട്രേഷനുള്ള നാനോ ആണ്. എങ്ങനെ ഡീറ്റെയിൽ ഇത്? അതിന് മുന്നേ നേരത്തെ പറഞ്ഞ വീട്ടിൽ പെട്ട ഒരു വീട്ടിൽ താട്ടോ. ഡീസൽ വീട്ടിൽ അല്ലേ? ഓക്കെ. അതവിടെ ഉണ്ട്. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽ എന്ന് പറഞ്ഞാൽ ഇത് 2013 80,000 കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പിൽ. ഓക്കെ. നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി. ഓക്കെ. ഏത് ഓപ്ഷൻ ഫുൾ ആണോ അതിൽ? ഇത് AC പവർ സ്റ്റാറിംഗ് ഉണ്ടാവില്ല. 13 ആയതുകൊണ്ട് AC പവർ വിൻഡോ ഉണ്ടാവും. AC പവർ വിൻഡോ വരുന്ന വാഹനമാണ്. തണുപ്പില്ല AC ഒക്കെ? നല്ല കൂളിംഗ് ആണ്. സെക്കൻഡ് കീ, 2 റിമോട്ട് എല്ലാം ഉണ്ട്. 2013 80,000 വണ്ടി. പുതിയ ടയറാണ്. 4 ടയറും പുതിയ ടയറാണ്. ഓടിയിട്ടില്ല. ഓക്കെ. എത്ര കൊടുക്കാം? ടയർ മാറിയ കടയിൽ നിന്ന് എടുത്തുകൊണ്ട് വെച്ചാണ്. അത് ഓടിയിട്ടില്ല പറയാൻ കാരണം. എങ്ങനെ ക്രെയിനിൽ കൊണ്ടുവച്ചാ? ഓക്കെ. ട്രെയിനിൽ പറഞ്ഞോളൂ. എങ്ങനെയാ? ഇത് 75,000 രൂപ. ഇതേ സാധനത്തിന് 2013 വിത്ത് അലോയോട് കൂടെ ഉണ്ട്. ഓഫറുള്ള വണ്ടിയാണ് 65,000. ഓക്കെ. ഇത് 75 രൂപയ്ക്ക് 2013 80,000 കിലോമീറ്റർ ഓടിയ മിഡിൽ ഓപ്ഷൻ നാനോ നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഓക്കെ. മറ്റേത് 65 അല്ലേ? 65. ഓക്കെ. ലോണ് കിട്ടൂല നാനോ ആയതുകൊണ്ട്. അടുത്ത വണ്ടിയിലേക്ക് പോകാം. മാരുതി സുസുക്കി സിയാസ് KL52 രജിസ്ട്രേഷൻ. കൂടുതൽ 52 കണ്ടല്ലോ ഇന്ന്. ഞാനത് പറയാൻ ഇടയ്ക്ക് ഓരോ ചോദിക്കരുത് കേട്ടോ. 2017 സിംഗിൾ ഓണർ ZD ഡീസൽ ഹൈബ്രിഡ് ആണ്. 1,44,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 590. 2017 ഒരു കാര്യം പഠിച്ചാൽ 5.5 വരെ ലോണും കിട്ടും കേട്ടോ. 5,50,000 വരെ ലോൺ കിട്ടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 40,000 കണ്ടാൽ നിങ്ങൾക്ക് ഈ ഒരു ഡീസൽ വാഹനം സ്വന്തമാക്കാം. ഒരു 20 അബവ് മൈലേജ് കിട്ടും. നിങ്ങൾ പറയാനുള്ളതൊക്കെ പറഞ്ഞു അല്ലേ? 20 അബവ് മൈലേജ് കിട്ടൂല. ഓക്കെ. ZD ആണ്. അതിൻ്റെ മേലെ പ്ലസ് വരും. അതിൻ്റെ തൊട്ട് താഴെയുള്ള ഓപ്ഷനാണ്. ക്ലെയിമോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല. ഓക്കെ. അപ്പം മാക്സിമം ലോണിൽ ചെറിയ ഡൗൺ പേയ്മെൻറ്റിൽ ഇറക്കാൻ പറ്റിയ ഒരു അടിപൊളി സെഡാൻ ഡീസൽ വാഹനമാണ്. ഓണർഷിപ്പ് സിംഗിൾ ആണെന്ന് അറിയില്ലേ? നിങ്ങൾ പറഞ്ഞല്ലേ? പറയണോ? ഒന്നിനും ഓർമ്മയ്ക്കാം. ഓക്കെ. സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന ഒരു അടിപൊളി സെഡാൻ വാഹനം. അടുത്ത വണ്ടിയിലേക്ക് പോകാം. മിറ്റ്സുബിഷി പജേറോ സ്പോർട്ടാണ്. KL42 രജിസ്ട്രേഷൻ വാഹനമാണ്. കേരള വണ്ടി, ഒറിജിനൽ കേരള വണ്ടിയാണ്. അത് ഞാൻ പറയാനുള്ളതാണ്. വേണ്ട, ഞാൻ ചോദിച്ചറിഞ്ഞല്ലോ. ഞാൻ ഇവിടെ തുടങ്ങിയ സെക്കൻഡ് ഓണർഷിപ്പ് അതിൽ തന്നെ തുടങ്ങി. 1,60,000 കിലോമീറ്റർ കേട്ടോ. മോഡൽ 2013 ലാസ്റ്റ് 14 രജിസ്റ്റർ ആണ്. 14 രജിസ്ട്രേഷൻ തോന്നുന്നുണ്ട് അല്ലേ? ഓക്കെ. 13 മോഡൽ എന്തായാലും ലാസ്റ്റ് ആണ്. ഓക്കെ. 4 വീൽ ഡ്രൈവ് വാഹനം. എല്ലാം വർക്കിംഗ് ആണ്. ഓക്കെ. നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. എടുക്കുന്നവർക്ക് ഒരു വർക്കും എല്ലാ ഭാഗം ഫിറ്റാണ്. എല്ലാം ഫിറ്റാണ്. ഓക്കെ. അത്രേ ഉള്ളൂ. എത്ര? 10 ലക്ഷം രൂപ. 10 ലക്ഷത്തിന് 2013 പജേറോ സ്പോർട്ട് നിങ്ങൾക്ക് സ്വന്തമാക്കാം. കേരള വാഹനം, ഒറിജിനൽ കേരള വാഹനം. മിറ്റ്സുബിഷിയും സർവീസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. എല്ലായിടത്തും ഉണ്ട് അല്ലേ? പാർട്സും കാര്യങ്ങളൊക്കെ കിട്ടും. അങ്ങനത്തെ ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ. വേറെ ഇപ്പോൾ ഒരു വർക്കുമില്ല. ഇപ്പോൾ ഒരു വർക്കുമില്ല. നീറ്റ് വണ്ടി. ടയേഴ്സ് എങ്ങനെയുണ്ട്? അതൊക്കെ പറയണ്ട. ഫുള്ള് ഏകദേശം ഒരു 60-70% ഉണ്ട്. 60-70 അത്രയും ടയേഴ്സ് ഉണ്ട്. ഓക്കെ. അടുത്ത വണ്ടിയിലേക്ക് പോകാം. ബൊലേറോ ആണ് അടുത്തത്. KL34 രജിസ്ട്രേഷൻ വാഹനം. പറഞ്ഞോളൂ. 2010 4th ഓണർഷിപ്പ്. പിന്നെ 1 സംതിങ് ഓടിയിട്ടുണ്ട്. ഓക്കെ. SLX നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. ഓടിക്കാനൊക്കെ അടിപൊളിയാണ്. മിഡിൽ ഓപ്ഷൻ 2010 വണ്ടി ഓടിക്കണ സുഖം. 2010 വണ്ടി പിന്നെ 2020 ഞാൻ 2020 വണ്ടി ഓടിക്കണ സുഖം എന്ന് പറഞ്ഞില്ലല്ലോ കേട്ടോ. പിന്നെ വേറെന്താ? 3,10,000 രൂപ. 2010 വാഹനം SLX ആണ്. 3,10 നിങ്ങൾക്ക് സ്വന്തമാക്കാം. ബൊലേറോ ഒരു 15 മൈലേജ് ഉണ്ടാവും. അതൊന്നുണ്ടാവില്ല. ഒരു 14 ഒക്കെ മതി. അതിൻ്റെ ഉള്ളിൽ കണ്ടാൽ മതി. ഓക്കെ. ലോൺ കിട്ടുമോ? ലോൺ നമുക്കൊരു 2 ലക്ഷം ലോൺ കിട്ടും. ഓക്കെ. 2 ലാഖ് വരെ ലോൺ കിട്ടുന്നുണ്ട്. 1,10 കണ്ടാൽ ഇറക്കാൻ പറ്റുന്നത്. വണ്ടി കംപ്ലൈന്റ് ഒന്നുമില്ല. ഒരു 50-60% ടയറൊക്കെ ഉണ്ട്. ഉണ്ടാവും. മഹീന്ദ്രന്റെ തുരുമ്പോ കാര്യങ്ങളൊന്നും കാണുന്നില്ല. എല്ലാം പെയിന്റ് അടിച്ച് വെച്ചു. മഹീന്ദ്രന്റെ തുരുമ്പ് അല്ലേ? മഹീന്ദ്ര വണ്ടികൾക്കുള്ള തുരുമ്പ്. ഓക്കെ. അത് 9-10 വണ്ടിയൊക്കെ ഉണ്ട്. അതിനെ സംബന്ധിച്ച് തുരുമ്പില്ല. അടുത്ത വണ്ടിയിലേക്ക് പോകാം. അടുത്ത തിരൂർ രജിസ്ട്രേഷൻ ഉള്ളൊരു ടാറ്റ ഏരിയ, അതായത് 7 സീറ്റർ വാഹനമാണ്. എവിടുന്നാ മാറിയത്? നമ്മൾ നോക്കിയില്ല. എവിടുന്നാ നോക്കിയില്ല? റീവണ്ടിയാണ് എന്തായാലും. ഇപ്പോൾ കേരളത്തിലാണുള്ളത്. പറഞ്ഞോളൂ. എങ്ങനെയാ? ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ച് കൺഫ്യൂഷൻ ആക്കുന്നു. അതെ, അനാവശ്യ ചോദ്യം. വീക്ക്നെസ് ആയിരുന്നു. ഇത് 2014 കേട്ടോ. 1 സംതിങ് ഓടിയിട്ടുണ്ട്. നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. ഒരു ആവറേജ് ടയറേ ഉള്ളൂ. ഫുൾ ഓപ്ഷനാ? ഫുൾ ഓപ്ഷൻ. ഏറ്റവും ഫുള്ളൊക്കെ പോകണ്ട. കുറച്ച് ഫുള്ള് കൊണ്ട് കുറച്ച് മുക്കാലൊക്കെ ആക്കിയാണ്. ഓക്കെ. പിന്നെ 2,70 ചോദിക്കുന്നത്.
2014 വണ്ടി അല്ലേ? 2,70,70,000 രൂപയ്ക്ക് ഒരു 7 സീറ്റർ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം. അതിനൊക്കെ എത്ര മൈലേജ് കിട്ടും? പെട്രോൾ ഡീസലല്ലേ? മൈലേജ് എത്ര കിട്ടും? അടുത്ത റിസൾട്ട് പറഞ്ഞാൽ മതിയോ മൈലേജ്? ഇന്ന് 12 അത്രയും പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ ചെറിയൊരു ബഡ്ജറ്റിൽ നിങ്ങൾക്കൊരു 7 സീറ്റർ വാഹനം സ്വന്തമാക്കാം. അപ്പോൾ ടാറ്റയുടെ വണ്ടിയാണ്. ലോൺ കിട്ടുമോ? ലോൺ കിട്ടില്ല. കിട്ടൂല. ഓക്കെ, അറിയാം, വെറുതെ ചോദിച്ചു തന്നേ ഉള്ളൂ. അടുത്ത വണ്ടി മഹീന്ദ്ര സൈലോ ആണ്. അടുത്ത ഒരു 7 സീറ്റർ ആണ്. KL1 തിരുവനന്തപുരം രജിസ്ട്രേഷനുള്ള വാഹനം. പറയൂ സൈലോ. പിന്നെ 2011 D2. ആ, നല്ല വണ്ടി കേട്ടോ, കംപ്ലൈൻസ് ഒന്നുമില്ല. D2 അല്ലേ? 11. മൂന്നാമത്തെ ഓണർ 1 സംതിങ് ഓടിയിട്ടുണ്ട്. 2.10 റേറ്റ്. 2011 വാഹനം 2,10,000 രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഈ പറഞ്ഞ വിലകളൊന്നും ഫൈനലല്ല. സലീംക്ക് എപ്പോഴും പറയുന്നതാണ്, എത്ര വേണമെങ്കിൽ കൂടി കൊടുക്കാം, എത്ര വേണമെങ്കിൽ കുറച്ച് തരുന്നതാണ് മൂപ്പരെ പോളിസി. അങ്ങനെയാണ്. 1 to 1.5 വരെ ലോണും കിട്ടും വണ്ടിയാണ്. ശരി, ഓക്കെ. ഒരു 10,000 രൂപ വേണ്ട ഇറക്കാൻ പറ്റും. ട്രാക്ക് ക്ലിയർ ആണ്, നമുക്ക് ചെയ്ത് കൊടുക്കാം. നല്ലൊരു വാഹനം. ടയേഴ്സും പുറകിൽ നല്ല ടയേഴ്സ് ഉണ്ട് കേട്ടോ. ഒരു 75 എബോവ് ഉണ്ട്. ഫ്രണ്ടിൽ ഒരു എവറേജ് ടയേഴ്സേ ഉള്ളൂ. ഓക്കെ, മൊത്തത്തിൽ നീറ്റല്ലേ? വേറെ വർക്കൊന്നും ഇല്ലല്ലോ ചെയ്യാൻ? കഴിഞ്ഞാണ്. ഓക്കെ, ഇന്നത്തെ അവസാനത്തെ വാഹനമാണ് KL 46 ഗുരുവായൂർ രജിസ്ട്രേഷനുള്ള മാരുതി സുസുക്കി എർട്ടിഗ. പറഞ്ഞു തൽക്കാലം നമ്മൾ ഇവിടെ നിർത്തുക. ബാക്കിയുള്ള വണ്ടികളൊക്കെ കാറ്റലോഗ് ഉണ്ടാവും, ഡീറ്റെയിൽ ആയിട്ടുണ്ടാവും. 2013 വീഡിയോയാണ്. സെക്കൻഡ് ഓണർഷിപ്പിൽ 1,25,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 4 ലക്ഷം രൂപ. 4 ലക്ഷത്തിന് 2013 മിഡിൽ ഓപ്ഷൻ ഡീസൽ വാഹനമാണ്. AC പവർ സ്റ്റിയറിംഗ്, ഫോർവേഡ് ബോർണർ, സെൻട്രൽ ലോക്ക്, സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ വരും. ഡീസൽ നല്ല സീറ്റ് കവറും ചെയ്തിട്ടുണ്ട്. 7 സീറ്ററിൽ ഇത്രയും മൈലേജ് കിട്ടുന്ന പറഞ്ഞ വണ്ടി ഉണ്ടാവില്ല അല്ലേ? ചിലപ്പോൾ ഉണ്ടാവും, നമുക്കറിയണ്ടേ കാരണം. അങ്ങനെ ഉണ്ടാവും, എന്നാലും വിട്ടുവരില്ല അല്ലേ? ഓക്കെ, ഒരു 17-19 റേഞ്ച് മൈലേജ് ഉണ്ടാവും അല്ലേ? അങ്ങനത്തെ തെറ്റിദ്ധാരണ ധാരണയില്ല. ഓക്കെ, 4 ലക്ഷം രൂപ റേറ്റ് പറഞ്ഞില്ല. 4 ലക്ഷം സ്വന്തമാക്കാം. ഒരു 3 രൂപ ലോൺ കിട്ടും. നോക്കാം. ഒരു 80,000 കണ്ടാൽ ഇറക്കാൻ പറ്റുന്ന ഒരു ഡീസൽ വാഹനമാണ്. ഡീസൽ 7 സീറ്റർ ആണ്. അപ്പോൾ വേറെ പണികളൊന്നും ഇല്ലല്ലോ ഇപ്പോൾ? നല്ല വണ്ടിയാണ്. ഓക്കെ, സീറ്റ് കാര്യങ്ങളൊക്കെ പുതിയ ചെയ്താണ്. അപ്പം ഓക്കെ, അത്രയേ ഉള്ളൂ. തൽക്കാലം നമ്മുടെ വീഡിയോ വൈൻഡപ്പാണ്. സലീം ഖാൻ്റെ കാറ്റലോഗ് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയുള്ള ബാക്കിയുള്ള മൊത്തം സ്റ്റോക്കിൻ്റെ ഡീറ്റെയിൽ അതിൽ കിട്ടുന്നതാണ്. ഒരുപാട് വണ്ടികളുണ്ട്. അപ്പോൾ അതിലേക്ക് ഇനി നാളെയും മറ്റന്നാളായിട്ട് ഒരുപാട് പുതിയ സ്റ്റോക്ക് വരുന്നുണ്ട്. എല്ലാം അതിൽ അപ്ഡേറ്റ് ആവുന്നതാണ്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഒന്ന് വിളിച്ചിട്ട് തന്നെ വരിക. ലോങ്ങിൽ നിന്നൊക്കെ വരുന്നവരുണ്ടെ ഒന്ന് വിളിച്ചിട്ട് വരിക. വണ്ടികൾ ചിലപ്പോൾ വിറ്റ് പോയി കാണും, നമ്മൾ കാണിക്കുന്ന വണ്ടികൾ. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വരിക. കോൺടാക്ട് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇതിലേക്ക് കോൺടാക്ട് ചെയ്യാം. സലീം ഖാനെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറാണ്. ഇവിടെ ഞാൻ പിന്നെ ചേർത്തോളൂ. ഓക്കെ, ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, ഇങ്ങോട്ട് വരി. ഓക്കെ, അതിലേക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങളെ വാഹനം വിൽക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. അതിൻ്റെ നമ്പർ താഴെ കൊടുക്കാം. ഓക്കെ, നല്ല അടിപൊളി റേറ്റിൽ വീട്ടിൽ വന്ന് ഞങ്ങൾ വാഹനം വാങ്ങിക്കുന്നതാണ്. അടുത്തൊരു വീഡിയോ കാണാം. എല്ലാവർക്കും നന്ദി, ബൈ.